ഹലോ ഡിയർ ആസ്പിറൻസ്, ബഡ്ജറ്റ് ഫണ്ടമെന്റൽസുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ വീഡിയോ ആണിത്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ റെസിപ്റ്റ് സൈഡ് ഫുള്ള് ഡിസ്കസ് ചെയ്തിരുന്നു. റെസിപ്റ്റ് സൈഡിൽ തന്നെ നമുക്കറിയാം റവന്യൂ റെസിപ്റ്റ്സും ഉണ്ട്, ക്യാപിറ്റൽ റെസിപ്റ്റ്സും ഉണ്ട്. റവന്യൂ റെസിപ്റ്റ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട റവന്യൂ റെസിപ്റ്റ്സ് ആണ് ടാക്സ് റെസിപ്റ്റ്സ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ടാക്സ് റെസിപ്റ്റ്സിനെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് മനസ്സിലാക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു 5 ടാക്സസിനെ നമുക്ക് മേജർ ടാക്സസ് എന്ന് വിളിക്കാം, അല്ലേ? റവന്യൂ റെസിപ്റ്റ്സിൽ, ടാക്സ് റെസിപ്റ്റ്സിൽ 5 ടാക്സസിനെ നമുക്ക് മേജർ ടാക്സസ് എന്ന് വിളിക്കാം. അതിൽ 2 ഡയറക്റ്റ് ടാക്സസും 3 ഇൻഡയറക്റ്റ് ടാക്സസും ആണെന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ ഇന്ന് വിശദമായിട്ട് പരിശോധിക്കുന്നത് എന്താണ് ഡയറക്റ്റ് ടാക്സസ്, എന്താണ് ഇൻഡയറക്റ്റ് ടാക്സസ്, അല്ലെങ്കിൽ ടാക്സസിന്റെ ക്ലാസിഫിക്കേഷൻ, ഡയറക്റ്റ് എന്നും ഇൻഡയറക്റ്റ് എന്നുള്ള ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പം ഈ പോർഷൻ ഞാനിപ്പോൾ ഈ സ്ലൈഡിൽ നിങ്ങൾ കാണുന്ന ഈ ഏരിയ അടുത്ത ഡിഗ്രി പ്രിലിംസിൽ ഒരു പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് 2025-26 പ്രകാരം ആ 5 മേജർ ടാക്സസിനെ അതിന്റെ കളക്ഷന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് അറേഞ്ച് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏറ്റവും കൂടുതൽ ഇത്തവണ 2025-26 ബഡ്ജറ്റിൽ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന കണക്ക് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ നികുതി വരുമാനം ടാക്സസ് ഓൺ ഇൻകം ആണ്. അതാ നോക്കൂ, 14,38,000 കോടി രൂപ. 2ാം സ്ഥാനത്ത് വരുന്നത് GST ആണ്, 11,78,000 കോടി രൂപ. 3ാം സ്ഥാനമാണ് കോർപ്പറേഷൻ ടാക്സിനുള്ളത്. 4ാം സ്ഥാനം വന്നിട്ട് യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി. 5ാം സ്ഥാനം കസ്റ്റംസ് ഡ്യൂട്ടി. ഓക്കെ, ഇനി അത് തന്നെയാണ് അതായത് നമ്മളിപ്പം കളക്ഷന്റെ അടിസ്ഥാനത്തിൽ ഈ ഫിഗർ നിങ്ങൾ കാണാതെ പഠിക്കുകയൊന്നും വേണ്ട കേട്ടോ. ഇത്ര ലക്ഷം കോടി രൂപ ഇൻകം ടാക്സ് അല്ലെങ്കിൽ കോർപ്പറേഷൻ ടാക്സ് ഒന്നും അറിഞ്ഞിരിക്കേണ്ട, നിങ്ങൾ ആ ട്രെൻഡ് അറിഞ്ഞിരിക്കണം. ഓക്കെ, ആ വലുതിന്ന് ചെറുതിലോട്ടുള്ള ട്രെൻഡ്, ഏറ്റവും വലിയ ടാക്സ് ഏതാണ്, ഏറ്റവും വലിയ ടാക്സ് കളക്ഷൻ ഏതിനത്തിലാണ് എന്നൊക്കെ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഈ പൈ ഡയഗ്രം നോക്കിയാൽ മതി. ഇതാണ് റുപ്പി കംസ് ഫ്രം എന്നുള്ള പൈ ഡയഗ്രം. റുപ്പി കംസ് ഫ്രം, അതായത് കേന്ദ്ര ഗവൺമെന്റിന് 1 രൂപ കിട്ടുകയാണ് എങ്കിൽ, 1 റുപ്പി കിട്ടുകയാണ് എങ്കിൽ ആ 1 രൂപയിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു എന്നതാണ് ഈ റുപ്പി കംസ് ഫ്രം എന്നുള്ള പൈ ചാർട്ടിൽ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഏറ്റവും വലിയ ടാക്സ് വരുമാനം ഇത്തവണ ഏതാണ്? ഏറ്റവും വലിയ ടാക്സ് വരുമാനം ഇൻകം ടാക്സ് ആണ്. ഇതാ നോക്കൂ, ഇൻകം ടാക്സ് 22 പൈസയാണ്. 1 രൂപയിൽ 22 പൈസയാണ്. ഇത് വേണേൽ പെർസെന്റേജ് ടേംസിൽ ചിന്തിക്കുകയാണെങ്കിൽ 22% ഓഫ് ദ ടോട്ടൽ റെസിപ്റ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? കേന്ദ്ര ഗവൺമെന്റിന് 2025-26 എസ്റ്റിമേറ്റ് ബഡ്ജറ്റിൽ ഇൻകം ടാക്സ് ആണ്. 2ാം സ്ഥാനം ഏതായിരുന്നു? GST അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആയിരുന്നു. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. GST എത്ര വന്നു? 18 പൈസ അല്ലെങ്കിൽ 18%. 3ാം സ്ഥാനമാണ് നമുക്ക് എന്തിനുള്ളത്? 3ാം സ്ഥാനമാണ് കോർപ്പറേഷൻ ടാക്സിനുള്ളത്. 17% അല്ലെങ്കിൽ 1 രൂപയിൽ 17 പൈസ. ഓക്കെ, 4ഉം 5ഉം സ്ഥാനം യൂണിയൻ എക്സൈസ് ഡ്യൂട്ടിയും അതുപോലെ തന്നെ കസ്റ്റംസ് ഡ്യൂട്ടി അല്ലേ? യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി 5 പൈസ, കസ്റ്റംസ് ഡ്യൂട്ടി 4 പൈസ. അപ്പൊ ഈ പൈ ഡയഗ്രവും അതുപോലെ തന്നെ കളക്ഷന്റെ അടിസ്ഥാനത്തിലുള്ള ഈ അറേഞ്ച്മെന്റും, കാരണം ഈ പെർസെന്റേജ് ടേംസിൽ വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചെന്നിരിക്കാം. ഫോർ ദ എസ്റ്റിമേറ്റ് ബഡ്ജറ്റ്, ഫോർ ദ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് 2025-26 GST കോൺസ്റ്റിറ്റ്യൂട്ട് 18% ഓഫ് ദ ടോട്ടൽ റെസിപ്റ്റ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവന ചോദ്യങ്ങൾ വരാം. അപ്പൊ ഇത് ടോട്ടൽ റെസിപ്റ്റ്സ് ആണ് കേട്ടോ, ടോട്ടൽ റെസിപ്റ്റ്സ് ആണ്. 1 റുപ്പി എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന് കിട്ടുന്ന 1 രൂപയിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ ഒരു ഓവർവ്യൂ തന്നതാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാം ടാക്സസ് ഡയറക്റ്റും ഉണ്ട്, ഇൻഡയറക്റ്റും ഉണ്ട്. അതാണ് ടാക്സസിന്റെ ക്ലാസിഫിക്കേഷൻ. 5 മേജർ ടാക്സസിലെ 2 ടാക്സസ് ഡയറക്റ്റ് ടാക്സസും 3 ടാക്സസ് ഇൻഡയറക്റ്റ് ടാക്സസും ആണ്. അപ്പൊ നമ്മൾ ഈ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എന്നുള്ള ക്ലാസിഫിക്കേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവാണ്. അപ്പോൾ ഇത് ഈ ഡാറ്റ എടുത്തത് ബഡ്ജറ്റ് അറ്റ് എ ഗ്ലാൻസ് എന്നുള്ള ഈ ഫയലിൽ നിന്നാണ് കേട്ടോ. ഈ ഡോക്യുമെന്റിൽ നിന്നാണ് ആ ഡാറ്റ എടുത്തിരിക്കുന്ന ഫിഗർ കണ്ടില്ലേ? 14,38,000 കോടി. അല്ലെങ്കിൽ 2ാം സ്ഥാനത്തുള്ളത് 11,78,000 കോടി രൂപ. 3ാം സ്ഥാനത്ത് 10,82,000 കോടി. ഇതെല്ലാം എടുത്തിരിക്കുന്ന ബഡ്ജറ്റ് അറ്റ് എ ഗ്ലാൻസ് എന്നുള്ള ഡോക്യുമെന്റിൽ നിന്നാണ്. ആ ഫിഗർ അറിയാന്നുള്ളതല്ല, ഞാൻ വീണ്ടും പറയുന്നു, ആ ട്രെൻഡ് മനസ്സിലാക്കുക എന്നുള്ളതാണ് കാര്യം. ഇനി നമുക്ക് നോക്കാം എന്താണ് ഡയറക്റ്റ് ടാക്സ്. ഓക്കെ, ഇതാണല്ലോ ഈ ചാപ്റ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഈ ഇന്നത്തെ സബ്ജക്ട് മാറ്റർ. ഡയറക്റ്റ് ടാക്സിനെയും ഇൻഡയറക്റ്റ് ടാക്സിനെയും ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണല്ലോ. എന്താണ് ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും? ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും ടാക്സസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ടാക്സസിന്റെ എന്താണ്? ക്ലാസിഫിക്കേഷൻ ആണ് ഡയറക്റ്റും അതുപോലെ തന്നെ ഇൻഡയറക്റ്റും.
അപ്പോൾ ഒരു ചോദ്യം വരും, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ടാക്സസിനെ ഡയറക്റ്റ് എന്നും ഇൻഡയറക്റ്റ് എന്നും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പത്രഭാഷ എടുക്കുകയാണെങ്കിൽ ടാക്സസ്, അതിപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിൽ നികുതി ആണെങ്കിലും അതിനൊപ്പം ഒരു വാക്കും കൂടെ വരാറുണ്ട്, ടാക്സ് ഡാഷ്, നികുതി ഡാഷ്. ടാക്സ് ബേർഡൻ എന്നാണ് പൊതുവെ പറയാറുള്ളത്. എന്താണ് ടാക്സ് ബേർഡൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നികുതി ഭാരം, നികുതി ഭാരം അല്ലേ? അപ്പം ടാക്സസിനെ ഡയറക്റ്റ് എന്നും ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഇൻഡയറക്റ്റ് എന്നും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതിൻ്റെ മാനദണ്ഡം ഈ ടാക്സ് ബേർഡൻ ആർക്കാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ഈ ടാക്സ് ബേർഡൻ ആർക്കാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ടാക്സസിനെ പ്രത്യക്ഷ നികുതി എന്നും പരോക്ഷ നികുതി എന്നും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഡയറക്റ്റ് ടാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയറക്റ്റ് ടാക്സിൽ ടാക്സ് ബേർഡൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ടാക്സ് ബേർഡൻ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ടാക്സുകളെയാണ് എന്തെന്ന് പറയുന്നത്, ഡയറക്റ്റ് ടാക്സസ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കായിരിക്കും നികുതി ഭാരം? ആർക്കാണോ ഗവൺമെന്റ് ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ നികുതി ചുമത്തുന്നത് ആ വ്യക്തി തന്നെ എന്ത് ചെയ്യണം, നികുതി ഭാരം പേറേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ഹിയർ ദ ബേർഡൻ ഓഫ് ദ ടാക്സേഷൻ കനോട്ട് ബി ഷിഫ്റ്റഡ്. ടാക്സ് ബേർഡൻ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത നികുതികളെയാണ് എന്തെന്ന് വിളിക്കുന്നത്, പ്രത്യക്ഷ നികുതി അല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കുന്നത്. ഡയറക്റ്റ് ടാക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട രണ്ട് ക്ലാസിക് എക്സാമ്പിൾസ്, ഒന്ന് ഇൻകം ടാക്സും അതുപോലെ തന്നെ കോർപ്പറേഷൻ ടാക്സുമാണ്. ഓക്കെ, ഇൻകം ടാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ ഇൻകം ടാക്സ്, അതുപോലെ തന്നെ പ്രസ്ഥാനങ്ങൾക്ക് രാജ്യത്തെ ബിസിനസ്സിനും മറ്റുമൊക്കെ ചെലുത്തുന്ന കോർപ്പറേഷൻ ടാക്സ് ആണത് രണ്ടാമത്തെ. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ഡയറക്റ്റ് ടാക്സസ് എന്ന് പറയുന്നത്. ഇനി സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സിൽ ഈ ബേർഡൻ ഓഫ് ദ ടാക്സേഷൻ കനോട്ട് ബി ഷിഫ്റ്റഡ് എന്നുള്ളൊരു ഡെഫിനിഷന് പകരം കുറച്ചും കൂടെ ഒരു റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ടാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനിഷൻ ഇങ്ങനെ ആയിരിക്കും, ഇൻ ദ കേസ് ഓഫ് ഡയറക്റ്റ് ടാക്സിന്റെ കേസിൽ ഇമ്പാക്ട് ആൻഡ് ദ ഇൻസിഡൻസ് ഓഫ് ദ ടാക്സേഷൻ ഫോൾ ഓൺ ദ സെയിം പേഴ്സൺ എന്ന് ഡെഫിനിഷൻ വരും. അപ്പൊ എന്താണ് ഇമ്പാക്ട്, എന്താണ് ഇൻസിഡൻസ്? ഇമ്പാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിഷ്യൽ ഇമ്പാക്ട്, ആർക്കാണോ ഗവൺമെന്റ് നികുതി ഭാരം ചെലുത്തുന്നത് അവർക്കാണത് ഇമ്പാക്ട് കിട്ടിയെന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഡിഗ്രി പ്രിലിംസിൽ ഒരു PYQ ആണ്. ഈ ഇമ്പാക്റ്റും ഇൻസിഡൻസും വെച്ചിട്ട് ഡയറക്റ്റ് ടാക്സിനെയും ഇൻഡയറക്റ്റ് ടാക്സിനെയും ക്ലാസിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇമ്പാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിഷ്യൽ ഇമ്പാക്ട്, ഇൻസിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ ഇമ്പാക്ട്. ഫൈനൽ ഇമ്പാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ആരാണോ നികുതി അടയ്ക്കുന്നത്, അപ്പം ഹൂ ഈസ് പേയിങ് ദ ടാക്സ് എന്നുള്ളതാണെന്ത്, ഹൂ ഈസ് പേയിങ് ദ ടാക്സ് എന്നുള്ളതാണ് ഇൻസിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇമ്പാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കാണോ നികുതി ഭാരം കിട്ടിയത് അവർക്കാണ് ഇമ്പാക്ട്. ഇൻസിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ ഇമ്പാക്റ്റ് ആണ്. ഓക്കെ, ആരാണ് നികുതി അടയ്ക്കുന്നത് അവർക്കാണ് ഇൻസിഡൻസ് അല്ലെങ്കിൽ ഫൈനൽ ഇമ്പാക്റ്റ്. അപ്പോൾ ഡയറക്റ്റ് ടാക്സിന്റെ കേസിൽ എന്താ പറയുന്നത്, ഈ ഇമ്പാക്റ്റും ഇൻസിഡൻസും ഒരു വ്യക്തിയിലായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നികുതി ഭാരം കിട്ടുന്നതും ആ നികുതി അടയ്ക്കുന്നതും ഒരു വ്യക്തിയായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബർഡൻ ഓഫ് ദ ടാക്സേഷൻ കനോട്ട് ബി ഷിഫ്റ്റഡ് എന്ന് തന്നെയല്ലേ ഇതിന്റെ അർത്ഥം ആണ്. ഇനി നല്ല സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സിലൊക്കെ പറയാറുണ്ട്, ഡയറക്റ്റ് ടാക്സസ് ആർ ടാക്സേഷൻ ഓൺ ഇൻകം. ഓക്കെ, be it personal income, be it corporate income, be it profit income, capital gains tax. നിങ്ങൾ ഒരു 10 ലക്ഷം രൂപയ്ക്ക് ഒരു വീടും വസ്തുവും വാങ്ങിയെന്ന് വിചാരിക്കുക. എന്നിട്ട് നിങ്ങൾ അതൊരു 5 വർഷത്തിന് ശേഷം നിങ്ങൾ ഒരു 60 ലക്ഷം രൂപയ്ക്ക് അത് വിറ്റു. നിങ്ങൾക്ക് 10 ലക്ഷം രൂപ മുതൽ മുടക്കിൽ കിട്ടിയ ആ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിൽ കിട്ടിയ വീടും വസ്തു നിങ്ങൾ 60 ലക്ഷത്തിന് വിൽക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ 50 ലക്ഷത്തിന്റെ ഒരു ക്യാപിറ്റൽ ഗെയിൻ അല്ലേ, പ്രോഫിറ്റ് ഇല്ലേ? അതിന് ഗവൺമെന്റ് ചെലുത്തുന്ന ടാക്സ് ആണത് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്. ഓക്കെ, ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്. അപ്പം ടാക്സേഷൻ ഓൺ ഇൻകം എന്നുള്ളതിനെ നമുക്ക് എങ്ങനെയൊക്കെ ശരിയാക്കാം? ഇറ്റ് ക്യാൻ ബി പേഴ്സണൽ ഇൻകം, ഇറ്റ് ക്യാൻ ബി കോർപ്പറേറ്റ് ഇൻകം, ഇറ്റ് ക്യാൻ ബി പ്രോഫിറ്റ് ഇൻകം. അതുപോലെ തന്നെയാണ് സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ്. നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഓഹരിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ശേഷം ആ ഓഹരി ഇപ്പോൾ ഒരാൾ 10 രൂപയ്ക്ക് ഒരു എന്താ പറയണ്ട 1000 ഷെയർ വാങ്ങിയെന്ന് കരുതുക. 10 രൂപയ്ക്ക് അയാൾ 1000 ഷെയർ വാങ്ങുമ്പോൾ അയാൾ എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്? 10000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഈ ഷെയറിന്റെ മൂല്യം 10 രൂപ വിലയുള്ള ഷെയറിന്റെ മൂല്യം പൊടുന്നനെ 30 രൂപയായെന്ന് വിചാരിക്കുക. അപ്പോൾ അയാളുടെ കയ്യിലുള്ള 1000 ഷെയറിന്റെ മൂല്യം എത്ര ആവും? 30000 രൂപയാവും. അയാൾ ആ ഷെയർ വിൽക്കുകയാണെങ്കിൽ അയാൾക്ക് എത്ര രൂപ കിട്ടും? അയാൾക്ക് 30000 കിട്ടും? അയാൾക്ക് 30000 കിട്ടത്തില്ല. ഓക്കെ, ബ്രോക്കറേജും ഈ പറയുന്നത് പോലെ ചില പിടുത്തമൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഉള്ള തുകയെ കിട്ടത്തുള്ളൂ. അങ്ങനെ പിടിക്കുന്ന ഒരു ടാക്സ് ആണെന്ത്? സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ്. ഗവൺമെന്റ് സെക്യൂരിറ്റീസ്
ക്യാപിറ്റൽ മാർക്കറ്റിലെ ഇക്വിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റോക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഷെയർ ഉൾപ്പെടെയുള്ളത് വിൽക്കുമ്പം ആ വിൽക്കുന്നതിൽ ചെലുത്തുന്ന അതിൻ്റെ സെക്യൂരിറ്റീസ്, ക്യാപിറ്റൽ മാർക്കറ്റിലെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിനെയാണ് സെക്യൂരിറ്റീസ് എന്ന് വിളിക്കുന്നത്. ആ സെക്യൂരിറ്റീസിന്റെ ട്രാൻസാക്ഷന്റെ ഭാഗമായിട്ട് ലെവി ചെയ്യുന്ന ടാക്സ് ആണത് സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ്. അപ്പോൾ ഡയറക്റ്റ് ടാക്സ് എന്ന് ഓർത്തെ. ഡയറക്റ്റ് ടാക്സിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഇവിടെ ടാക്സ് ബേർഡൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഷിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാങ്കേതികമായിട്ട് അവിടെ ഷിഫ്റ്റിംഗ് നടക്കത്തില്ല. കാരണം ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി ഇൻഡയറക്റ്റ് ടാക്സ് പഠിക്കുന്ന സമയത്ത് അവിടെ പഠിക്കും, അവിടെ ടാക്സ് ബേർഡൻ ക്യാൻ ബി ഷിഫ്റ്റഡ് എന്ന് പഠിക്കും അല്ലേ. അങ്ങനെ അവിടെ ടാക്സ് ബേർഡൻ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ എങ്ങനെയാണോ അവിടെ ടാക്സ് ബേർഡൻ ഷിഫ്റ്റ് ചെയ്യുന്നത് അതുപോലെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ആ അസൗകര്യം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയണ്ടേ ഷിഫ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ നികുതി ഭാരം കിട്ടുന്നവർ തന്നെ എന്ത് ചെയ്യേണ്ടി വരുന്നത്, നികുതി അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, അത് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. അടുത്തതാണ് ഇൻഡയറക്റ്റ് ടാക്സസ്. ഇവിടെ ഇൻഡയറക്റ്റ് ടാക്സസിന്റെ കേസിൽ എന്ത് സംഭവിക്കും, നമ്മൾ ഡയറക്റ്റ് ടാക്സിന്റെ കേസിൽ പറഞ്ഞ ഡെഫിനിഷൻ ഇവിടെ ഉൾട്ടയാവും. ഡയറക്റ്റ് ടാക്സിന്റെ കേസിൽ ബർഡൻ കനോട്ട് ബി ഷിഫ്റ്റഡ് എന്നാണെങ്കിൽ ഇവിടെ ഡെഫിനിഷൻ എന്താവും, ക്യാൻ ബി ഷിഫ്റ്റഡ് എന്നാവും. ഓക്കെ ഓക്കെ ടാക്സ് ബർഡൻ ഇവിടെ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. നികുതി ഭാരം കിട്ടിയ ആൾക്കാർക്ക് ആ നികുതി ഭാരം കൈമാറാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം എന്താണ്, ഓക്കെ ഇഫ് ഇറ്റ് ക്യാൻ ബി ഷിഫ്റ്റഡ് then to what extent it can be shifted. ഓക്കെ, അത് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ എവിടെ വരെ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ആർക്ക് വരെ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, മനസ്സിലാക്കിക്കോ, ഇറ്റ് ക്യാൻ ബി ഷിഫ്റ്റഡ് അൺടിൽ എൻഡ് കൺസംഷൻ. അന്തിമ ഉപഭോഗം വരെ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന നികുതി ഭാരമാണ് എന്തിന്റെ നികുതി ഭാരം, ഇൻഡയറക്റ്റ് ടാക്സിന്റെ നികുതി ഭാരം എന്ന് പറയുന്നത്. സോ ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, this has to do with the consumption അല്ലെങ്കിൽ this has to do with the consumers അല്ലേ. ഇത് കൺസംഷനും കൺസ്യൂമേഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ടാക്സ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗുഡ്സ് ആൻഡ് സർവീസസുമായിട്ട് ബന്ധപ്പെട്ട ടാക്സ് ആണ്. കാരണം ഗുഡ്സും സർവീസസും അല്ലേ ട്രാൻസാക്ഷന് വിധേയമാകുന്നത്, കൺസംഷന് വിധേയമാകുന്നത്. അപ്പം ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ കൺസംഷനുമായിട്ട് ബന്ധപ്പെട്ട് എൻഡ് കൺസംഷൻ വരെ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ടാക്സ് ആണെന്ത്, ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസസുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ മാർക്കറ്റ് പ്രൈസിൽ അല്ലെങ്കിൽ അതിന്റെ വിലയിൽ ഉൾപ്പെട്ട് വരുന്ന നികുതിയാണെന്ത്, ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് അത് മനസ്സിലാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉൽപാദനത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ചെലുത്തപ്പെടുന്ന നികുതിയാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഉൽപാദനത്തിന്റെ വിവിധ ഘട്ടം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, ഒരു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ റെൻഡർ ചെയ്യപ്പെടുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് ധാരാളം പ്രോസസ്സ് അല്ലെങ്കിൽ ധാരാളം ഗുഡ്സ് ഒക്കെ ആണെങ്കിൽ ധാരാളം ചേരുവകൾ അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ്, റോ മെറ്റീരിയൽസ് ഒക്കെ ചേർന്നിട്ടാണ് എന്താവുന്നത്, പ്രോസസ്സ് ഒക്കെ ചേർന്നിട്ടാണ് ഒരു ഫൈനൽ കമ്മോഡിറ്റി അല്ലെങ്കിൽ ഒരു ഗുഡ്സ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുകയോ അല്ലെങ്കിൽ ബിൽഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അതിന്റെ ഒരു ഘട്ടമല്ലേ ഇറക്കുമതി എന്ന് പറയുന്നത് അല്ലേ. ഇപ്പൊ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാത്ത അല്ലെങ്കിൽ ഇന്ത്യയിൽ ആ റോ മെറ്റീരിയൽസ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യേണ്ടി വരും, ഇറക്കുമതി ഉൽപാദനത്തിന്റെ ഒരു ഘട്ടമല്ലേ.
ഇറക്കുമതി എന്നുള്ള ഉൽപാദനത്തിന്റെ ഘട്ടത്തിൽ ചെലുത്തുന്ന നികുതിയാണെന്ത് ഇമ്പോർട്ട് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ ഉൽപാദനത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ഇറക്കുമതി ചെയ്യണം, പിന്നെ അത് പ്രോസസ്സ് ചെയ്യണം, മാനുഫാക്ചർ ചെയ്യണം. ഓക്കെ, സോ ഇതൊരു എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഈ സാമ്പിൾ സിനാരിയോ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യാം. ഈ സാമ്പിൾ സിനാരിയോയിൽ നമ്മളൊരു കമ്മോഡിറ്റി ആയിട്ട് എടുക്കുന്ന ക്രൂഡ് ഓയിലാണ്. നമുക്കറിയാം ഇന്ത്യയിൽ ക്രൂഡ് ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിലും ഇന്ത്യ ഈസ് എ നെറ്റ് ഇമ്പോർട്ടർ ഓഫ് ക്രൂഡ് ഓയിൽ. ഇതാണ് നമുക്ക് ആവശ്യമുള്ള ക്രൂഡ് ഓയിൽ നമ്മൾ പുറം രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി കൂടി ചെയ്യുന്ന രാജ്യമാണ്. ഇന്ത്യയിൽ ബോംബെ ഹൈയിലൊക്കെ എന്തോ ഉണ്ട്, ക്രൂഡ് ഓയിൽ ഉണ്ട്, പക്ഷെ അത് നമ്മുടെ ആഭ്യന്തര ഉപഭോഗത്തിന് പോലും തികയത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് ഇന്ത്യയുടെ എസ്പെഷ്യലി ആ വെസ്റ്റേൺ തീരം എന്ന് പറയുന്നത് ഹബ് ഓഫ് ഗുഡ് റിഫൈനറീസ് ആണ്. സോ ഇന്ത്യയുടെ വെസ്റ്റേൺ തീരത്ത് നല്ല നല്ല റിഫൈനറീസ് ഉണ്ട്. അവിടെ ഈ ക്രൂഡ് ഓയിൽ റിഫൈൻ ചെയ്ത് നമ്മുടെ ആഭ്യന്തരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക്, ലോക്കോമോട്ടീവ് പർപ്പസിനും എനർജി റിക്വയർമെന്റ്സിനും പല പ്രോഡക്ട്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കും. അതേസമയം നമ്മൾ ഇത് റിഫൈൻ ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അറിയാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ക്രൂഡ് ഓയിൽ വെച്ചിട്ട് ഇൻഡയറക്ട് ടാക്സിന്റെ ബർഡൻ എങ്ങനെയാണ് ഷിഫ്റ്റ് ആവുന്നതെന്ന് നോക്കാം. ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് ഒരു ഇമ്പോർട്ടർ ഇറക്കുമതി ചെയ്യല്ലേ ചെയ്യുന്നത്. ഇമാജിൻ എന്താണ് നിങ്ങൾ മാർക്കറ്റ് പ്രൈസ് എന്ന് അറിയണം. മാർക്കറ്റ് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൽപാദകൻ നിശ്ചയിച്ച വിലയായ അടിസ്ഥാന വിലയായ ഫാക്ടർ കോസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ ഗവൺമെന്റ് നിശ്ചയിക്കുന്ന വിലയായ ഇൻഡയറക്ട് ടാക്സ്, ഗവൺമെന്റ് കൊടുക്കുന്ന സബ്സിഡി, ഇതാണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതുമ്പോൾ ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എന്നൊരു ഇക്വേഷൻ വരും. എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് സബ്സിഡി ഇല്ല എന്നുണ്ടെങ്കിൽ ഈ മാർക്കറ്റ് പ്രൈസ് എന്നുള്ള വിലയിൽ അടങ്ങിയിരിക്കുന്ന എന്തൊക്കെയാണ്, ഉൽപാദകൻ നിശ്ചയിച്ച വിലയായിട്ടുള്ള അടിസ്ഥാന വിലയും ഗവൺമെന്റ് നിശ്ചയിച്ച നികുതി അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു വില എന്ന് പറയുന്ന ഇൻഡയറക്ട് ടാക്സും. അങ്ങനെ ഈ ക്രൂഡ് ഓയിലിന്റെ കേസിൽ ക്രൂഡ് ഓയിലിന്റെ മാർക്കറ്റ് പ്രൈസ് MP1 എന്ന് പറയുന്നത് ഉൽപാദകനായിരിക്കത്തില്ല അടിസ്ഥാന വില നിശ്ചയിക്കുന്നത്. ഇപ്പൊ നമ്മൾ സൗദിയിൽ നിന്നാണ് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതെങ്കിൽ ഫോർ എക്സാമ്പിൾ പെർ യൂണിറ്റ് കേസ് ആണ്, 1 ലിറ്ററിന്റെ വിലയാണ് ഞാൻ പറയുന്നത്. സൗദിയിൽ 1 ലിറ്ററിന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന 1 ലിറ്റർ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് അവർ ചാർജ് ചെയ്യുന്ന 40 രൂപയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അത് സൗദി ഗവൺമെന്റ് നിശ്ചയിച്ച വിലയാണ്. അല്ലെ സൗദിയിൽ എന്താ പറയണ്ടേ, അവിടുത്തെ ആ സ്ഥാപനം എണ്ണ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം നിശ്ചയിച്ച വിലയാണ് 40 രൂപ. ഓക്കെ, ഇനി ഇതിന്റെ അകത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ഇറക്കുമതിക്ക് ചെലുത്തുന്ന നികുതിയാണെന്ത്, ഇമ്പോർട്ട് കസ്റ്റംസ് ഡ്യൂട്ടി. ഒരു 10 രൂപയാണ് ഇമ്പോർട്ട് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് ഇമാജിൻ ചെയ്യാം. അതിനെ ഞാൻ T- ഫസ്റ്റ് ടാക്സ്, ഇവിടെ വന്ന ഫസ്റ്റ് ടാക്സ് ഏതാണ്, T- എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ട് കസ്റ്റംസ് ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ വില എത്രയായിടെ, ഇമ്പോർട്ടർ ഇത് ഇറക്കുമതി ചെയ്തപ്പോൾ 50 രൂപയായി. ഇതിന്റെ വില എത്രയായി, 50 രൂപയായി അല്ലേ. ഇനി തൊട്ടടുത്ത ഘട്ടത്തിൽ ഈ ഇമ്പോർട്ടർ ഇറക്കുമതി ചെയ്ത ഈ 50 രൂപയ്ക്ക് ഇറക്കുമതി ചെയ്ത ഈ ക്രൂഡ് ഓയിൽ, പെർ ലിറ്ററിന് 50 രൂപയ്ക്ക് ഇറക്കുമതി ഈ ക്രൂഡ് ഓയിൽ ആര് വാങ്ങും, റിഫൈനറീസ് വാങ്ങും. ചിലപ്പം ഒരു പക്ഷേ ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ ഈ ഇമ്പോർട്ട് ചെയ്യുന്നതും റിഫൈൻ ചെയ്യുന്നതും വിതരണം ചെയ്യുന്നതും ഒക്കെ ഒരു കമ്പനി തന്നെ ആയിരിക്കാം. പക്ഷെ നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി ഇതിനെ ഓരോന്നിനെയും ഓരോ എൻറ്റിറ്റി ആയിട്ട് ഞാൻ ഐഡന്റിഫൈ ചെയ്യാണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ തൊട്ടടുത്ത ഘട്ടത്തിൽ റിഫൈനറി എന്ത് ചെയ്യും, ഇമ്പോർട്ടറുടെ കയ്യിൽ നിന്ന് ഈ ക്രൂഡ് ഓയിൽ വാങ്ങും. അപ്പം റിഫൈനറി കൊടുക്കുന്ന വിലയെ ഞാൻ MP2 എന്ന് വിളിക്കുകയാണ്. MP2 മാർക്കറ്റ് പ്രൈസ് 2. അപ്പം റിഫൈനറി കൊടുക്കേണ്ട വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടർ അല്ലേ റിഫൈനറിക്ക് വിൽക്കുന്നത്. അപ്പം ഇമ്പോർട്ടർക്ക് ആയ വിലയായ 50 രൂപ ഉറപ്പായിട്ടും അയാൾ എന്ത് ചെയ്യും, ഉൽപാദന ചെലവായിട്ട് അതിൽ ഉൾപ്പെടുത്തും. 50 രൂപ അയാൾക്ക് ആയ തുക അയാൾ ഉൾപ്പെടുത്തി. ഇനി അയാൾ വെറുതെ ധർമ്മത്തിനൊന്നും അല്ലല്ലോ ഈ സാധനം ഇറക്കുമതി ചെയ്തേ, അയാൾക്കൊരു പ്രോഫിറ്റ് വേണ്ടേ. 10 രൂപ അയാളുടെ ഒരു പ്രോഫിറ്റ് ആയിട്ട് അയാൾ എടുത്തു എന്ന് വിചാരിക്കുക. ഞാൻ പ്രോഫിറ്റ് ഡാഷ്, ഫസ്റ്റ് പ്രോഫിറ്റ് എന്നുള്ള നിലയ്ക്ക് P എന്ന് ഇട്ടു. ഇനി ഇറക്കുമതിയുടെ സമയത്ത് കേന്ദ്ര ഗവൺമെന്റ് ലെവി ചെയ്ത ടാക്സ് ആണ് ഇമ്പോർട്ട് കസ്റ്റംസ് ഡ്യൂട്ടി. അതുപോലെ ഉൽപാദനത്തിന്റെ വിവിധ ഘട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ഇറക്കുമതി ഒരു ഘട്ടമാണെങ്കിൽ റിഫൈൻമെന്റ് അല്ലെ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് അടുത്ത ഘട്ടമാണ്. ഇന്ത്യയിൽ റിഫൈൻമെന്റിനും മാനുഫാക്ചറിങ്ങിനും പ്രോസസ്സിങ്ങിനും സെൻട്രൽ ഗവൺമെന്റ് ലെവി ചെയ്യുന്ന ടാക്സ് ആണെന്ത്, എക്സൈസ് ഡ്യൂട്ടി. അതും ഒരു 10 രൂപയാണെന്ന് വിചാരിക്കുക. അതിനെ T" എന്ന് വിളിക്കുകയാണ്. ഓക്കെ, അപ്പൊ T" എന്താണ്, ഞാൻ വേറെ ലെറ്ററിൽ എഴുതാം. ഇവിടെ T', അടുത്ത T" എന്താണ്, T" എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സൈസ് ഡ്യൂട്ടിയാണ്. എന്താണ്, എക്സൈസ് ഡ്യൂട്ടിയാണ്. ഇപ്പൊ ഈ സാധനത്തിന്റെ വില എത്രയായി, റിഫൈനറി ഈ സാധനം വാങ്ങുമ്പോൾ ഇപ്പൊ വില എത്രയായി, 50, 10, 60, 10, 70 രൂപയായി. നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇമ്പോർട്ടർ അടച്ച നികുതിയാണ് ഇമ്പോർട്ട് കസ്റ്റംസ് ഡ്യൂട്ടി. എന്നാൽ തൊട്ടടുത്ത ഘട്ടത്തിൽ അയാൾ അടച്ച ആ നികുതി ഭാരം അയാൾ ആർക്ക് കൈമാറി,
റിഫൈനറിക്ക് ആ പ്രോഡക്റ്റ് വിറ്റ സമയത്ത് അയാൾക്ക് ആയ ഉൽപാദന ചെലവായിട്ട് കണക്കാക്കി ആ 50 രൂപ കൈമാറിയപ്പോൾ അതിൻ്റെ അകത്ത് എന്ത് അടങ്ങിയിട്ടുണ്ട്? ഇമ്പോർട്ട് കസ്റ്റംസ് ഡ്യൂട്ടി അടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ട് കസ്റ്റംസ് ഡ്യൂട്ടി തൊട്ടടുത്ത ഘട്ടത്തിൽ ആ നികുതി ഭാരം ആർക്ക് വന്നു? റിഫൈനറിക്ക് വന്നു. അപ്പം നിങ്ങൾ പറ, എങ്ങനെയാണ് ഇൻഡയറക്റ്റ് ടാക്സസിന്റെ കേസിൽ നികുതി ഭാരം കൈമാറുന്നത്? വിലയിൽ ഉൾപ്പെടുത്തി. എങ്ങനെയാണ്? വിലയിൽ ഉൾപ്പെടുത്തിയാണ് എന്ത് ചെയ്യുന്നത്? ഇൻഡയറക്റ്റ് ടാക്സസിന്റെ കേസിൽ നികുതി ഭാരം കൈമാറിപ്പോകുന്നത്. ഇത്തരത്തില് വിലയായിട്ട് സങ്കല്പിച്ച് ഉൾപ്പെടുത്തി ടെക്നിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഡയറക്റ്റ് ടാക്സിന്റെ കേസിൽ നികുതി ഭാരം എന്ത് ചെയ്യുന്നത്? ആ കിട്ടിയ ആള് തന്നെ അടയ്ക്കേണ്ടി വരുന്നത്. അതായത് മറ്റൊരു തരത്തിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ യാതൊരു നിവൃത്തിയോ നിർവാഹമോ ഇല്ല. നിങ്ങൾക്ക് കാര്യം വ്യക്തമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ റിഫൈനറി വാങ്ങിയ വിലയാണെന്ത്? 70 രൂപ. ഇനി തൊട്ടടുത്ത ഘട്ടത്തിൽ റിഫൈനറി ഈ ഉൽപ്പന്നത്തെ ക്രൂഡ് ഓയിലിനെ റിഫൈൻ ചെയ്ത് പെട്രോളും ഡീസലും മറ്റ് പെട്രോളിയം പ്രോഡക്ട്സും ഒക്കെ ആക്കി മാറ്റും. അതിന്റെ പെർ യൂണിറ്റ് പ്രൈസും 70 രൂപയാണെന്ന് വിചാരിക്കുക. അതിന്റെ പെർ യൂണിറ്റ് പ്രൈസ് അങ്ങനെ ചിന്തിക്കേണ്ട. തൊട്ടടുത്ത ഘട്ടത്തിൽ ഇവരെന്ത് ചെയ്യും? ഇതിനെ പെട്രോളും ഡീസലും ആയിട്ടൊക്കെ ചെയ്യും. നമ്മൾ ഈ പെട്രോൾ ആണെന്ന് ഇമാജിൻ ചെയ്യുക. എന്താണെന്ന് ഇമാജിൻ ചെയ്യുക? അപ്പൊ തൊട്ടടുത്ത ഘട്ടത്തിൽ റിഫൈനറി എന്ത് ചെയ്യും? ഈ റിഫൈൻ ചെയ്ത പ്രോഡക്ട്സ് എണ്ണ കമ്പനികൾക്ക് വിൽക്കും. കാരണം എണ്ണ കമ്പനികളാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിലുടനീളം വിവിധ സംസ്ഥാനങ്ങളിൽ ഈ റിഫൈനറീസ് റിഫൈൻ ചെയ്തിട്ടുള്ള പെട്രോളിയം പ്രോഡക്ട്സ് എന്ത് ചെയ്യുന്നത്? ഡെസ്പാച്ച് അല്ലെങ്കിൽ ആവശ്യമുള്ള ആവശ്യക്കാർക്കായിട്ട് അത് വിതരണം ചെയ്യുന്നത് എണ്ണ കമ്പനികളാണ്. ഓക്കെ, അപ്പൊ ഓയിൽ കമ്പനീസ് റിഫൈനറിയിൽ നിന്ന് ഈ പെർ യൂണിറ്റ് പ്രോഡക്റ്റ് വാങ്ങുമ്പം റിഫൈനറിക്കായ 70 രൂപ ഉറപ്പായിട്ട് റിഫൈനറി ഓയിൽ കമ്പനിയുടെ വിലയായ MP3 അപ്പം 70 എന്ന് പറഞ്ഞാൽ എന്താണ്? റിഫൈനറിക്ക് ആയ തുകയാണ് അല്ലെ? റിഫൈനറിക്ക് ആയ തുക ടാക്സ് ഉൾപ്പെടെ പ്രോഫിറ്റ് ഉൾപ്പെടെ റിഫൈനറി അടച്ച തുകയാണ് 70 രൂപ. അത് തൊട്ടടുത്ത ഘട്ടത്തിൽ ആർക്ക് കിട്ടും ആ നികുതി ഭാരം? തൊട്ടടുത്ത ഘട്ടത്തിൽ ആ ഭാരം ഈ പറയുന്നത് പോലെ ആർക്ക് കൈമാറും? എണ്ണ കമ്പനിക്ക് കൈമാറും. ഇപ്പൊ എത്രയുടെ? 70 ആയി. ഇനി ഈ റിഫൈനറിക്ക് ഒരു ലാഭം വേണ്ടേ? 10 രൂപയാണ് ലാഭം. ഞാൻ P2- എന്ന് വിളിക്കുന്നു. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, എണ്ണ കമ്പനികൾ അധികവും പ്രവർത്തിക്കുന്ന സംസ്ഥാനങ്ങളിലാണ്. സംസ്ഥാനങ്ങളുടെ കൈവശമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നികുതി അവകാശമാണ് എന്തെന്ന് പറയുന്നത്? സെയിൽ ടാക്സ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? സെയിൽ ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, 15 രൂപയാണ്. ഇമാജിൻ, കേരളത്തിൽ ഒരു എണ്ണ കമ്പനി ഈ പറയുന്നത് പോലെ റിഫൈനറീസിന്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങുമ്പം എണ്ണ കമ്പനിക്ക് ലെവി ചെയ്യുന്ന, സംസ്ഥാന ഗവൺമെന്റ് ലെവി ചെയ്യുന്ന ടാക്സ് 15 രൂപയാണെന്ന് വിചാരിക്കുക. ഞാൻ T3- എന്ന് വിളിക്കുകയാണ്. സോ T3- ആണ് എന്ത്? സെയിൽസ് വാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഓയിൽ കമ്പനി വാങ്ങിയ ഈ പ്രോഡക്റ്റിന്റെ വില എത്രയാണ്? 70, 10, 80, 15, 95 രൂപയായി അല്ലേ? അപ്പൊ എണ്ണ കമ്പനിക്ക് ആയ തുകയാണ് 95 രൂപ. ഇനി എണ്ണ കമ്പനിയിൽ അവരുടെ ഔട്ട്ലെറ്റ് ചെന്നിട്ടല്ലേ നമ്മൾ ഓരോരുത്തരും പെട്രോൾ അടിക്കുന്നത്. അപ്പൊ ഞാൻ ചെന്ന് 1 ലിറ്റർ പെട്രോൾ അടിക്കുമ്പം എന്റെ കയ്യിൽ നിന്ന് ഉറപ്പായിട്ടും ആ എണ്ണ കമ്പനി അവർക്കായ തുകയായ 95 രൂപ അവർ വിലയിൽ ഉൾപ്പെടുത്തത്തില്ലേ? ഇനി അവർക്കൊരു ലാഭം വേണ്ടേ? 15 രൂപ അവർ ലാഭം എടുത്തെന്ന് വിചാരിച്ചോ. 95ഉം 10ഉം 105ഉം 5ഉം 110 രൂപയായി അല്ലെ? 95ഉം 10ഉം 105ഉം 5ഉം 110 രൂപയായി. ഇതാണെന്ത്? P3-. അപ്പൊ ഈ 110 രൂപയ്ക്കല്ലേ 1 ലിറ്റർ പെട്രോൾ ഇന്ന് ഏകദേശം വിറ്റഴിയുന്നത്? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചേ, 110 രൂപയ്ക്ക് 1 ലിറ്റർ പെട്രോൾ അടിക്കുമ്പം ഇമ്പോർട്ടർ അടച്ച ഇമ്പോർട്ട് ഡ്യൂട്ടി ആണെങ്കിലും റിഫൈനറി അടച്ച എക്സൈസ് ഡ്യൂട്ടി ആണെങ്കിലും ഓയിൽ ഔട്ട്ലെറ്റുകൾ അല്ലെ ഓയിൽ കമ്പനികൾ അടയ്ക്കുന്ന സെയിൽസ് വാറ്റ് ആണെങ്കിലും ഫലത്തിൽ ആ നികുതി ഭാരമെല്ലാം പേറുന്നത് അല്ലെ ആ നികുതി എല്ലാം അൾട്ടിമേറ്റ്ലി അടയ്ക്കുന്നത് ആരാടെ? എൻഡ് കൺസ്യൂമർ ആണ്. ഈ നികുതി അടച്ച ഇമ്പോർട്ടറും റിഫൈനറി ഓയിൽ കമ്പനി എല്ലാം എന്ത് ചെയ്തു? അവർ നികുതി അടച്ചു. തൊട്ടടുത്ത ഘട്ടത്തിൽ അവർ വിലയിൽ ഉൾപ്പെടുത്തി എന്ത് ചെയ്തടെ? ഷിഫ്റ്റ് ചെയ്ത് എൻഡ് കൺസ്യൂമർക്ക് ആ നികുതി ഭാരവും മാത്രമല്ല അവന്മാരുടെ ഓരോ ഘട്ടത്തിലെ ലാഭവും ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് വരികയാണ്. അങ്ങനെ 110 രൂപ 1 ലിറ്ററിന് കൊടുത്തുകൊണ്ട് നിങ്ങൾ പെട്രോൾ അടിക്കുമ്പം ഇമ്പോർട്ട് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി, സെയിൽസ് വാറ്റ്, ഈ ഓരോ ഘട്ടത്തിലെ ലാഭവും എല്ലാം ആരാണ് അടയ്ക്കുന്നത്? എൻഡ് കൺസ്യൂമർ ആണ് അടയ്ക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ഹിയർ ദ ബർഡൻ ഓഫ് ദ ടാക്സേഷൻ ക്യാൻ ബി ഷിഫ്റ്റഡ്. എങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നത്? പ്രൈസിൽ ഉൾപ്പെടുത്തി, വിലയിൽ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനാണ് എങ്കിൽ ഇമ്പാക്റ്റിന്റെ ഇൻസിഡൻസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ഡെഫിനിഷൻ എന്തെന്ന് പറയാം? ഇമ്പാക്ട് ആൻഡ് ദ ഇൻസിഡൻസ് ഫോളോ ഓൺ ഡിഫറെന്റ് പേഴ്സൺസ് പറയാം. ഇവിടെ ഗവൺമെന്റ് ടാക്സ് ചെലുത്തിയത് ആർക്കാണ്?
ഗവൺമെൻറ് ടാക്സ് ചെലുത്തിയത് ഈ പറയുന്നത് പോലെ ഇമ്പോർട്ടർക്കാണ്. പക്ഷെ ഇമ്പോർട്ടർ അടച്ചു, തൊട്ടടുത്ത ഘട്ടത്തിൽ അയാൾ അത് ഷിഫ്റ്റ് ചെയ്തു. ഗവൺമെൻറ് ടാക്സ് എക്സൈസ് ഡ്യൂട്ടി ചെലുത്തിയത് റിഫൈനറിക്കാണ്. അവരടച്ചു, തൊട്ടടുത്ത ഘട്ടത്തിൽ അവരത് എന്ത് ചെയ്തു? അത് ഷിഫ്റ്റ് ചെയ്തു. ഇനി ഗവൺമെൻറ് സെയിൽസ് വാറ്റ് ഇട്ടത് ഓയിൽ കമ്പനീസിനാണ്. അവരടച്ചു, തൊട്ടടുത്ത ഘട്ടത്തിൽ അവരത് എന്ത് ചെയ്തു? തൊട്ടടുത്ത ഘട്ടത്തിൽ അവർ ആ ബേർഡൻ ഷിഫ്റ്റ് ചെയ്തു അല്ലേ. ഇനി ഫൈനലി എൻഡ് കൺസ്യൂമർ ആണ് എന്ത് ചെയ്യുന്നത്? ഈ ബേർഡൻ എല്ലാം ബെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ നികുതി ഭാരം എല്ലാം അടയ്ക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പാക്റ്റ് കിട്ടിയവർക്കാണോ നികുതി അടയ്ക്കാനുള്ള ഇൻസിഡൻസ്? അല്ല, അൾട്ടിമേറ്റ്ലി ആ ഇൻസിഡൻസ് ചെന്നെത്തുന്നത് ആർക്കാണ്? എൻഡ് കൺസ്യൂമർക്കാണ്. അൾട്ടിമേറ്റ്ലി അത് എൻഡ് കൺസ്യൂമറിലാണ് എത്തി നിൽക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിനെ എന്തെന്ന് പറയാറുണ്ട്? ടാക്സ് ഓൺ കൺസംഷൻ എന്ന് വിളിക്കാറുണ്ട്. ഇൻഡയറക്റ്റ് ടാക്സസ് ആർ ഓൾസോ നോൺ ആസ് ടാക്സേഷൻ ഓൺ കൺസംഷൻ എന്ന് വിളിക്കാറുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് GST എന്ത് ടാക്സ് ആയിരിക്കും ഇവിടെ? GST ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ആ പേരിൽ തന്നെ ഉണ്ട്. എന്തായിരിക്കും? GST ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. GST എന്താണ്? ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. GST ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഓക്കെ, GST ആയിട്ട് ബന്ധപ്പെട്ട് 1-2 ഫാക്ട്സ് പറഞ്ഞുതരാം. GSTയുടെ റോൾ ഔട്ട് ഡേറ്റ് ചോദിക്കും. GST റോൾ ഔട്ട് ചെയ്തത് ജൂലൈ 1, 2017 അതുപോലെ GST ആയിട്ട് ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ബില്ലാണ് ചോദിക്കുന്നതെങ്കിൽ 122 ആക്ട് ആണ് ചോദിക്കുന്നതെങ്കിൽ 101 ഓർത്തോണം. ബില്ലാണെങ്കിൽ 122, ആക്ട് ആണെങ്കിൽ 101. ഇനി എന്തോ GST എന്ന് പറയുന്നത്? മുമ്പുണ്ടായിരുന്ന വിവിധങ്ങളായ ഇൻഡയറക്റ്റ് ടാക്സുകളെ സബ്സ്യൂം ചെയ്തുണ്ടാക്കിയ ഒരു പുതിയ ഇൻഡയറക്റ്റ് ടാക്സ് റെജീമയാണ് GST എന്ന് പറയുന്നത്. ഇതൊരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന വീഡിയോസിൽ പറഞ്ഞു തരാം എന്താണ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ 1 നേഷൻ 1 ടാക്സ് എന്നുള്ളൊരു ആശയം നടപ്പിലാക്കുകയാണ് ചെയ്തത് GST ഇംപ്ലിമെന്റ് ചെയ്തതോടുകൂടി. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഓർത്തിരിക്കുക. എന്താണ് ഡയറക്റ്റ് ടാക്സും, എന്താണ് ഡയറക്റ്റ് ടാക്സ്, എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ്. സോ ഹോപ്പ് യു എൻജോയ്ഡ് ദ സെഷൻ. അപ്പോൾ ബഡ്ജറ്റിന്റെ ഫണ്ടമെന്റൽസിന്റെ സീരീസിൽ റെസിപ്റ്റ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. റെസിപ്റ്റ്സിലെ ടാക്സിന്റെ ഡീറ്റെയിലും ടാക്സിന്റെ ട്രെൻഡ് അനാലിസിസ് നടത്തി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡായിരിക്കും കവർ ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് വീഡിയോ പൂർണ്ണമായിട്ട് കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.